എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. കടുത്തൊരു നോൺ വെജ് ഭ്രാന്തനായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡ് ചിക്കൻ കട്ട്ലറ്റിനെക്കാട്ടിലും ടേസ്റ്റിയാണെന്ന് പറയുന്ന ഒരു വെജ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇന്ത്യൻ കോഫി ഹൗസിലും ബേക്കറിയിലും ഒക്കെ കിട്ടുന്ന വെജ് കട്ട്ലറ്റിനെക്കാട്ടിലും ഒരുപാട് ടേസ്റ്റിയാണ്. വെറുതെ പറയുന്നതല്ല, വെജ് കട്ട്ലറ്റ് കഴിക്കാത്തവർ പോലും നിർത്താതെ കഴിച്ചു പോകുന്ന ഒരു അടിപൊളി കട്ട്ലറ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വലിയ 3 ഉരുളക്കിഴങ്ങ് വേണം. വെജിറ്റബിൾ കട്ട്ലറ്റിന് ഉരുളക്കിഴങ്ങ് മാത്രം പോരാ, കുറച്ച് വെജിറ്റബിൾസ് കൂടി വേണം. 6-7 ബീൻസും, ഒരു വലിയ ക്യാരറ്റും, ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചക്കറികൾ കൂടാതെ നമുക്ക് ഒരു ചെറിയ സവാളയുള്ളിയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സവാളയുള്ളിയൊന്നും ആവശ്യമില്ല. ഇതുകൂടാതെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി വേണം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെക്കണം. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പച്ചക്കറികളൊക്കെ റെഡിയാക്കി വെക്കാവുന്നതാണ്. പകുതി ലെവലിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലിനുമാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആവി പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മൊത്തം ആവി പോയതിന് ശേഷം മാത്രം ഇത് തുറന്ന് നോക്കുക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കാവുന്നതാണ്. പച്ചക്കറികളെല്ലാം നമ്മൾ വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ബീൻസ് നെടുവിനെ ഒന്ന് മുറിച്ചിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. നല്ല ഫൈനായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. ബീട്രൂട്ടും ക്യാരറ്റും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയുള്ളി കൊത്തി അരിഞ്ഞാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി നമുക്കൊന്ന് കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് മാറ്റി വെക്കണം. ഉരുളക്കിഴങ്ങിന് തൊലി കളയാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരുപാടങ്ങ് തണുത്തതിന് ശേഷം ഉടയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് ചെറിയ ചൂടോടുകൂടി ഉടച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ നമുക്ക് ഇത് മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വെളുത്തുള്ളി യൂസ് ചെയ്യുന്നില്ല. സവാളയുള്ളി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് നേർത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് നിന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ഒരുപാട് അങ്ങ് കുക്കായി പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറി കിട്ടണം. അതിനായിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊരു 2 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചില്ലെങ്കിൽ പൊടി കരിയാൻ സാധ്യതയുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് നമുക്കിതൊന്ന് പച്ചമണം മാറാനായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന കട്ട്ലറ്റിന് ചെറിയൊരു മധുരം കാണാറില്ലേ, അതിനായിട്ടാണ് നമ്മളൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലപോലെ ഇതൊന്ന് വെള്ളമയം മാറാനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വെള്ളമയം ഉണ്ടെങ്കിൽ കട്ട്ലറ്റ് നന്നായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് കൂടി വരുന്ന കാണാൻ പറ്റും. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ കട്ട്ലറ്റ് മിക്സ് ഇരിക്കാനായിട്ട്. നല്ല എല്ലാം കൂടെ കൂടി ചേർന്ന് നമുക്കിത് ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിനാണ് ഇരിക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇത് മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 മിൽക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടാതെ 2ആയിട്ടിട്ട് പൊടിച്ചെടുക്കുക. ബ്രെഡ് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. ഇതിന് പകരം നിങ്ങൾക്ക് കടയിൽ നിന്നും ബ്രെഡ് ക്രംസ് വാങ്ങിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടാണല്ലോ ഇതിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. വെജിറ്റേറിയൻസിന് മുട്ട പറ്റാത്തതുകൊണ്ട് നമുക്ക് അതിന് പകരമായിട്ടുള്ള സ്ലറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. മൈദയ്ക്ക് പകരം കോൺഫ്ലവറും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യമേ തന്നെ മൊത്തം വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കുക. ഒരുപാട് കട്ടിയുള്ള ബാറ്റർ അല്ല, കുറച്ച് പാല് പോലെ, കുറച്ച് കട്ടിയുള്ളൊരു പാലിൻ്റെ പരുവത്തിന് വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. നീർദോശയുടെയൊക്കെ ബാറ്റർ പോലെയാണ് നമ്മളിത് ലൂസാക്കി കലക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മുക്കി പൊരിക്കാനുള്ള കാര്യങ്ങളെല്ലാമായി. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു.
ഇതിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചെങ്കിലും വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലറ്റ് ശരിയായിട്ട് വരില്ല. അതുപോലെ തന്നെ കട്ട്ലറ്റ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചത് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഇത് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാറ്റി എന്ന് പറയും. നമുക്കിനി ഇത് പോർഷൻ തിരിച്ച് ഷേപ്പാക്കി എടുക്കാം. എല്ലാ കട്ട്ലറ്റിനും ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കട്ടർ യൂസ് ചെയ്തത്. ഇതിന് വരെ നിങ്ങൾക്ക് സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്, അളവ് അറിയില്ല എന്നുണ്ടെങ്കിൽ. നമ്മൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഉരുള ഉരുട്ടുകയും ഷേപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് കൈവച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ഷേപ്പാക്കി എടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ഫ്ലഫി ആയിട്ടൊന്നും ചെയ്യരുത്, ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ. അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിത് മുക്കി പൊരിക്കാം. അതിനായിട്ട് വലത് കൈ കൊണ്ട് സ്ലറിയിലൊന്ന് മുക്കിയിട്ട് ഇടത് കൈ കൊണ്ട് ബ്രെഡ് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 കൈ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസിൽ വെള്ളം വീണെല്ലാം കൂടെ അങ്ങ് കൂടി പോകുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പാറ്റിയിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എണ്ണയിൽ ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇത് 2 പ്രാവശ്യം ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പൊട്ടിപ്പോയില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു കോട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ച് മൈദയുടെ ഒരു കോട്ടിങ് എക്സ്ട്രാ വരും. അപ്പോൾ നമ്മളെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. എണ്ണ നല്ലപോലെ ചൂടായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, അല്ല ഒരു സൈഡ് മാത്രം അങ്ങ് കളർ കൂടിപ്പോരും. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം വേണം നമ്മൾ കട്ട്ലറ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കട്ട്ലറ്റ് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഈ തവി ഇതിലേക്ക് ഇടാതിരിക്കുക. തവിയിലേക്ക് ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ അവരുടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറച്ചതിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അത് ലീക്കായതാണ് കേട്ടോ എണ്ണയിൽ കാണുന്നത്. അപ്പം കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തവി ഇതിലേക്ക് ഇടാനായിട്ട്. എന്നിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ചൊരു മീഡിയം ഹൈയിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.